എൻ്റെ പേര് ഉല്ലാസ് എന്നാണ്. എൻ്റെ സ്ഥലം ശ്രീകാര്യമാണ്. എനിക്ക് ഒരു 8ഓളം ഡോഗ്സ് ഉണ്ട്. അതിൽ മെയിനായിട്ട് 2 മെയിൽസിനാണ് കാണിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജോലി വെൽഡിംഗ് ആണ്. ഇത് സൈഡിൽ കൂടിയാണ് ഞാനിത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവൻ്റെ പേര് വൈറ്റ് എന്നാണ്. ഇവനിപ്പോൾ 7 വയസ്സുണ്ട്. പോളണ്ട് ഇമ്പോർട്ട് ഡോൾബി അക്യൂണിയുടെ ചാമ്പ്യൻ ഡോൾബി അക്യൂണിയുടെ ഡയറക്റ്റ് സണ്ണാണ്. ഫുൾ അമേരിക്കൻ ലൈൻസാണ്. ഇതിൻ്റെ ഫീമെയിൽ സൈഡ് പറഞ്ഞതും ഫുൾ അമേരിക്കനാണ്. ഓൾഡ് ലൈനേജാണ്. ഈ ലൈന് ട്രിവാൻഡ്രത്ത് എൻ്റെ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റഡിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ലിറ്റർ കിടപ്പുണ്ട്. എൻ്റെ പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇവന് ഈ പ്രധാനമായിട്ട് ഫുള്ള് ഡബിൾ സൈഡ് അമേരിക്കൻ ലൈൻസ് തന്നെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ക്വാളിറ്റിയിലുണ്ട്. അതുമാത്രമല്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്താ പറയുക, ഇത് അത്യാവശ്യം ഷോർട്ട് ടൈപ്പാണ്, ഹെവി ടൈപ്പല്ല, കോമ്പാക്റ്റ് ടൈപ്പാണ്. അതാണ് അത് 7 വയസ്സായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഞാൻ വൈകിട്ട് റൈസും ചിക്കനുമാണ്, രാവിലെ ഡ്രൈ ഫുഡ് അല്ലെങ്കിൽ കുറുക്ക് അങ്ങനെ എന്തെങ്കിലുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനിതൊരു 5 കൊല്ലം മുമ്പ് എടുത്താണ്. ഞാൻ ലാബ് ഫസ്റ്റ് തുടങ്ങുന്ന ഇതിലാണ്. ആദ്യം റോട്ടായിരുന്നു. റോട്ട് പിന്നെ നമ്മൾ അത്രയും സക്സസ് ആകാത്തതുകൊണ്ട് ലാബിലോട്ട് തുടങ്ങി. അപ്പോൾ ലാബ് ഫസ്റ്റ് എടുക്കുന്ന മെയിൽ ഇതാണ്. ലാബല്ല, മെയിലായിട്ടല്ല, മൊത്തത്തിൽ ആദ്യമായിട്ട് എടുക്കുന്ന ഡോഗ് ഇതാണ്. അതുകൊണ്ട് അവൻ്റെ അടുത്തൊരു ഇഷ്ടം കൂടുതലാണ്. നമ്മൾ വീട്ടുകാരായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ എളുപ്പമാണ്. ഞാനിപ്പോൾ ഇല്ലെങ്കിൽ വൈഫാണ് അതിന് ഫുഡും എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഇപ്പോൾ 1-2 ദിവസം ദൂരം എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും വൈഫ് തന്നെയാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് റോട്ടിനെത്തി ബുദ്ധിമുട്ടാണ്. എല്ലാവരുമായിട്ട് ഒരേ കണക്ക് നിൽക്കത്തില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് തന്നെയാണ്. പിന്നെ കല്യാണം കഴിഞ്ഞ ശേഷം എടുത്താണിത്. അതിപ്പോൾ വൈഫ് നോക്കിയാലും എൻ്റെ അടുത്ത് തന്നെ അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. കാര്യം ഞാൻ ആദ്യം എടുത്ത ഡോഗ് ആയതുകൊണ്ട് അവന് കുറച്ചുകൂടെ സ്നേഹം കൂടുതൽ ഉണ്ട്. അതുകൊണ്ട് അവനെ ഇപ്പോൾ എവിടെ പോയിട്ട് വന്നാലും ഭയങ്കര അലർട്ടാണ്. കാര്യം ഞാനിപ്പോൾ വണ്ടി കൊണ്ടുവന്നാലും വീടിൻ്റെ നടയിൽ തുറന്നിട്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര ബഹളമാണ്. മെയിനായിട്ട് മെയിലും കൂടുതൽ പറഞ്ഞുകൊണ്ട് ഫീമെയിലും പറഞ്ഞുകൊണ്ട്. പക്ഷേ പപ്പീസ് ഒന്നും മോശമായിട്ടില്ല. ഇതിൻ്റെ ഒരു പപ്പീസ് എൻ്റെ ഉണ്ട്. ഇപ്പോൾ ലൈവ് നിൽപ്പുണ്ട്. 2-3 നിർത്തിയിട്ടുണ്ട്. അതിപ്പം ചെറിയ പപ്പിയാണെന്ന് അത് കാണിക്കാതെ, പക്ഷേ നല്ല പപ്പീസാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ ഒരുവിധം ഫീമെയിലെത്തി മോശമാണെങ്കിൽ പോലും നല്ല ക്വാളിറ്റിയുള്ള പപ്പിയാണ് ഇറങ്ങുന്നത്. ഇപ്പോൾ ഇതിൻ്റെ മെയിൽ തന്നെയാണ് ഒരുപാടെടുത്ത് പാറ്റിങ്ങൽ സൈഡൊക്കെ നമ്മുടെ സുഹൃത്തുക്കളിലൊക്കെ സ്റ്റഡി ചെയ്യണുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊക്കെ 2-3 ഫീമെയിൽ അവർ ബ്രീഡിങ് സ്റ്റോക്കാക്കി നിർത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലൈനാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കിട്ടിയ സമയത്തൊക്കെ ഇവിടെ ഈ പറഞ്ഞ കണക്ക് ഒരുപാട് സർട്ടിഫൈഡ് മാറ്റിങ് കുറവാണ് പറഞ്ഞത്. അതിലുള്ള ഒരു ഇതേ ഉള്ളൂ. നമ്മൾ സർട്ടിഫൈഡ് ഡോഗ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് സർട്ടിഫൈഡ് ഡോഗ് എന്ന് പറയുന്നത് ഫീമെയിൽ സൈഡും, ഞാനിപ്പോൾ മാറ്റ് ചെയ്യണത് സർട്ടിഫൈഡ് ആണെങ്കിൽ ഫീമെയിൽ സൈഡും കൂടി നോക്കിയാണ് ചെയ്യണത്. കാര്യം നമ്മൾ ഇപ്പോൾ അമേരിക്കൻ ലൈനാണെങ്കിൽ അതേ അമേരിക്കൻ ലൈനിൽ തന്നെ മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ക്വാളിറ്റി അതേ കണക്ക് കിട്ടും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫീമെയിലാണ് എങ്കിൽ മാറ്റ് ചെയ്യണമുണ്ട്. പിന്നെ സ്റ്റഡ് കുറവാണ് എടുക്കുന്നത്, ക്യാഷൊക്കെയാണ് വാങ്ങിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് ഇപ്പം ഞാൻ മുമ്പ് അച്ഛനൊക്കെ മരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഡോഗ് നിന്ന് ലിറ്ററായിരുന്നു. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഉള്ള ഡോഗാണ്. അപ്പോൾ എനിക്ക് ഒഴിവാക്കാനായിട്ട് ഞാനന്ന് കൊടുത്തു. കാര്യം ഇടാനുള്ള സാഹചര്യമില്ല. ആ സമയത്ത് അവരെടുത്തുകൊണ്ട് പോയി സർട്ടിഫിക്കറ്റ് വേണ്ടാന്ന് പറഞ്ഞാൽ പിന്നെ സർട്ടിഫിക്കറ്റിന് വന്നായിരുന്നു. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തില്ല. കാര്യം അത്രയും നല്ല ക്വാളിറ്റി ആയി വന്നപ്പോൾ സർട്ടിഫിക്കറ്റിൻ്റെ വില അവർക്ക് മനസ്സിലായത്. നന്നായിട്ട് വരുമ്പോഴും നമുക്ക് സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് എപ്പോഴും ബെനിഫിറ്റ്. അനുസരണം നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് നമ്മൾ തുറന്ന് വീടിനകത്തൊക്കെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല. വേറെ ആരും ഉപദ്രവിക്കുകയോ അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നാൽ അതിലൊന്നും വന്ന് പിടിക്കുക അങ്ങനെയൊന്നുമില്ല. ചില ഡോഗ്സൊക്കെയാണ് വന്ന് പിടിക്കും. ഇത് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. വളരെ ശാന്തനാണ്. ഇവന് ഇപ്പോൾ 1.5 വയസ്സായി. ഇവൻ്റെ പേര് സിയോൺ എന്നാണ്. ഇത് സെർബിയൻ ചാമ്പ്യനും ഇമ്പോർട്ടുമായിട്ടുള്ള കിങ് ഓഫ് കിങ്ങിൻ്റെ ഡയറക്റ്റ് സണ്ണാണ്. ഫാദർ വന്നിട്ട് ഫുള്ള് ഇംഗ്ലീഷ് ലൈനും മദർ സൈഡ് വന്നിട്ട് അമേരിക്കൻ ലൈനുമാണ്. ഇത് ഞാൻ പപ്പി എടുത്ത് വളർത്തിയതാണ്. ഇവന് മാറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലിറ്റർ കിടപ്പുണ്ട്. ലേറ്റസ്റ്റ് ഇപ്പോൾ ഒരു ലിറ്റർ ഇപ്പം ആയിട്ടുണ്ട്. 8 പപ്പിയുണ്ട്. ഇത്തി കുറുമ്പ് കൂടുതലാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു മെച്യൂറായി വരണേ ഉള്ളൂ. അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ട്. ഭയങ്കര കളിയും തുറന്നു വിട്ടാൽ നിൽക്കുന്നില്ല, എടുത്തായിട്ട് ഓടും. അങ്ങനെയൊക്കെയുള്ളൊരു പ്രകൃതമാണ്. മറ്റവനെ കണക്കല്ല. അവനെ ഈ പറഞ്ഞ കണക്ക് അടങ്ങി ഒരു നേരം നിൽക്കത്തില്ല. ഇല്ല, അത് അഗ്രസീവായിട്ടുള്ള ഡോഗും ഉണ്ട്. നമ്മളെ കയ്യിലുണ്ട് ഫീമെയിൽ. വീട്ടിലിപ്പം നമ്മുടെ ദേഹത്തിന് ആരെങ്കിലും തട്ടിയാലും വന്ന് കടിക്കുന്ന ടൈപ്പ് ഒരു ഫീമെയിലുണ്ട്. ഇവിടെ ഒക്കെ ഇപ്പോൾ ഒരു 7 വയസ്സുണ്ട്.
ഞാൻ എടുത്തിട്ട് ചുരുങ്ങിയ സമയമായിട്ടുള്ളൂ, പക്ഷേ ഭയങ്കര അഗ്രസീവാണ്. വേറെ ഫുഡ് എടുക്കുമ്പോഴൊന്നുമില്ല, അല്ലാതെ നമ്മളിപ്പോൾ ഇപ്പം എൻ്റെ മകളെ ഇപ്പോൾ അടിച്ചാലും അത് കടിക്കാൻ നിൽക്കും. അങ്ങനെ ഭയങ്കര അറ്റാച്ച്മെൻറ്റ്. കാര്യം നമ്മൾ കൊടുക്കുന്ന സ്നേഹം കണക്കിരിക്കും തിരിച്ചിങ്ങോട്ട് കാണിക്കും. ചിലവർ ചുമ്മാ കൂട്ടിൽ കൊണ്ടിടും, നമ്മളങ്ങനെയല്ല, നമ്മൾ തുറന്നു വിടും. അത്യാവശ്യം നടത്താനൊക്കെ കൊണ്ടുപോകും. ഇവന് ഒരു 9 മാസം വരെ ഡ്രൈ ഫുഡായിരുന്നു. ഇപ്പോൾ അവന് ഒരു നേരം ഡ്രൈ ഫുഡും ഒരു നേരം ചിക്കൻ റൈസുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറുക്കും കൊടുക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തിൻ്റെ ഇലാണ് ഞാൻ എടുത്തിട്ടത്. കാര്യം എനിക്ക് അന്ന് ഇവിടെ ഇടാൻ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് സുഹൃത്തിൻ്റെ ഒരു വയസ്സൊരു സുഹൃത്താണ് നോക്കിയത്. അവൻ്റെ അടുത്ത് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. വീണ്ടും ഇന്ന് ഒരു 3 കിലോമീറ്റർ അകലെയാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇപ്പോഴാണ് ഞാനിവിടെ കൊണ്ടുവന്നിട്ട്, എങ്കിലും നല്ല അറ്റാച്ച്മെൻറ്റുള്ള ഡോഗാണ്. അവനെ ഇപ്പോഴും കണ്ടാലും അവന് തിരിച്ചറിയാൻ പറ്റും, അത്രയും ഇതുണ്ട് അതിന്. ഇതിപ്പോൾ ഞാൻ ഇതിനെക്കാട്ടി സൈസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു 4-5 കിലോളം കുറച്ചതാണ്. അപ്പോൾ ഈ സൈസ് കൂടുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ജോയിൻസിനൊക്കെ പ്രശ്നം വരും. നമ്മളിപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മേക്കപ്പ് ചെയ്ത് പോണതാണ്. കാര്യം ഇപ്പം നമുക്ക് സൈസ് കൂട്ടാൻ എളുപ്പമാണ്, പക്ഷേ ഇതിന് കംപ്ലൈൻറ്റ് കാലിനൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് മേക്കപ്പ് ചെയ്താണ് ഞാൻ ഇതിനെ ഇപ്പം മേക്കപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെക്കാട്ടി സൈസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 5 കിലോളം ഇപ്പോൾ കുറച്ചതാണ്. ഇപ്പോൾ ഫുഡ് കുറച്ച് പ്രോട്ടീനുള്ള ഫുഡ് കുറച്ച് കൊടുക്കുകയാണ് കൊച്ചിയാണ്. അങ്ങനെയാണ് ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അല്ല, ഇതിനെക്കാട്ടി സൈസ് ഉള്ളതാണ്. ഇപ്പം ലിറ്ററായി കിടപ്പുണ്ട്. അതിൽ 8 പപ്പിയുണ്ട്. അതിൽ 6 എണ്ണം കിട്ടി ഇപ്പം. അതിപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ. ഇത് ബ്ലാക്ക് ഫീമെയിലാണ് ചെയ്തത്, സർട്ടിഫൈഡ് ഫീമെയിലാണ് ചെയ്തത്. അത്യാവശ്യം എൻക്വയറി ഉണ്ട്. അത്യാവശ്യം എൻക്വയറി പറഞ്ഞുണ്ട്. കാര്യം ഞാനിതിപ്പോൾ സർട്ടിഫൈഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവനെ സർട്ടിഫൈഡ് അല്ല, ഇതിപ്പോൾ സർട്ടിഫൈഡ് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാറ്റിങ്ങിന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. ഇപ്പോൾ ഞാൻ 2 എണ്ണം ചെയ്തോളൂ. കാര്യം അത്യാവശ്യം സർട്ടിഫൈഡ് ബിച്ചാണെങ്കിൽ ചെയ്യാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഇരിക്കുന്നത്. കാര്യം അവനെ സംബന്ധിച്ച് 1.5 വയസ്സായിട്ടുള്ളൂ. ഇനി ഒരു 2.5 വയസ്സൊക്കെ ആകുമ്പോൾ ഇതിനെക്കാട്ടിയും നല്ല ഹെവി ആവാനാണ് കൂടുതൽ ചാൻസ്. കാര്യം നമ്മൾ സൈസ് കുറച്ച് നിർത്തിയിരിക്കുന്നതാണ്. കാര്യം സൈസ് കുറച്ചത് മാറ്റിങ് സമയത്തൊക്കെ ഭയങ്കര ഫീമെയിൽ സൈഡിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഫീമെയിലിന് സൈസുള്ളതാണെങ്കിൽ മാറ്റിങ്ങിനൊക്കെ ബുദ്ധിമുട്ടാണ്. അതും കൂടി കണക്കിലെടുത്ത് നമ്മൾ വെയിറ്റ് കുറച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവൻ കുറച്ചുകൂടെ ഒന്ന് എക്സ്പോർട്ട് ആകുമ്പോഴേ നമുക്ക് വേണമെങ്കിൽ സൈസ് കൂട്ടാം. അതിൽ ഏറ്റവും കൂടുതൽ സമയം എൻ്റെ ജോലിയെക്കാട്ടി ഞാൻ ഇതിൻ്റെ കൂടെയാണ്. ഇപ്പം വീട്ടിലെ മകളുടെ അടുത്തിരിക്കണേക്കാട്ടി സമയം കൂടുതൽ ഡോഗ്സിൻ്റെ അടുത്താണ്. കാര്യം അത്യാവശ്യം ജോലി കഴിഞ്ഞ് വന്നാലും രാവിലെ ആയാലും ഇതിൻ്റെ അടുത്ത് ഒരു 2-3 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്യണം. അതിങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് പറ്റത്തില്ല. എങ്കിലും നമ്മൾ ഭയങ്കര ടെൻഷനിലൊക്കെ ഇരിക്കുമ്പോൾ ഇവരുടെ അടുത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ വളരെ കൂളാവാറാണ്